DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ജനുവരി മാസത്തിൽ ഗ്യാസ് സിലിണ്ടർ ഉപഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, എല്ലാ മാസവും 1-ാം തീയതിയാണ് എണ്ണ വിതരണ കമ്പനികൾ ഗ്യാസ് സിലിണ്ടർ വില പുനഃക്രമീകരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനുവരി മാസത്തിലും വില പുനർനിശ്ചയിച്ചിരിക്കുകയാണ്. സിലിണ്ടർ വിലയിൽ 111 രൂപയുടെ വർധനവാണ് എണ്ണ വിതരണ കമ്പനികൾ ഈ ജനുവരി മാസത്തിൽ വരുത്തിയിരിക്കുന്നത്. വാണിജ്യാവശ്യത്തിന് ഉപയോഗിക്കുന്ന 19 കിലോഗ്രാം സിലിണ്ടറിൻ്റെ വിലയാണ് കൂട്ടിയിരിക്കുന്നത്. ഇതോടെ കൊച്ചിയിൽ 1698 രൂപയാണ് വാണിജ്യ സിലിണ്ടറിൻ്റെ വില. കോഴിക്കോട് 1719 തിരുവനന്തപുരത്ത് 1730 രൂപയുമാണ് വില. രാജ്യാന്തര വിപണിയിൽ എണ്ണവില താരതമ്യേന കുറഞ്ഞു നിൽക്കുമ്പോഴാണ് വില വർദ്ധിപ്പിച്ചത്. എന്നാൽ ഗാർഹിക സിലിണ്ടറിൻ്റെ വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല. അടുത്ത അറിയിപ്പ്, ഗ്യാസ് സിലിണ്ടർ വീടുകളിൽ എത്തിക്കുന്നതിന് അമിത നിരക്കീടാക്കുന്ന ഏജൻസികൾക്കെതിരെ കർശന നടപടികളാണ് എടുക്കുവാൻ പോകുന്നത്. സിലിണ്ടറുകൾ വീടുകളിൽ എത്തിച്ചു നൽകുന്നതിന് ദൂരമനുസരിച്ച് നിരക്കുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഗ്യാസ് ഏജൻസിയുടെ 5 കിലോമീറ്റർ ചുറ്റളവിൽ സിലിണ്ടറുകൾ എത്തിച്ചു നൽകുന്നതിന് ചാർജൊന്നും ഈടാക്കുവാൻ പാടില്ല. ബിൽ തുക മാത്രമേ ഉപഭോക്താവ് നൽകേണ്ടതുള്ളൂ. ഗ്യാസ് ഏജൻസികളിൽ നിന്നും 5 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെ 20 രൂപയും, 10 കിലോമീറ്റർ മുതൽ 15 കിലോമീറ്റർ വരെ 35 രൂപയും, 15 മുതൽ 20 കിലോമീറ്റർ വരെ 45 രൂപയും, 20 കിലോമീറ്ററിന് മുകളിലാണെങ്കിൽ 60 രൂപയുമാണ് ഒരു സിലിണ്ടറിന് ഡെലിവറി ചാർജായി നൽകേണ്ടത്. ഇങ്ങനെയുള്ള തുകകൾ ബില്ലിൽ രേഖപ്പെടുത്തിയാണ് ഉപഭോക്താവിന് നൽകേണ്ടത്. ബില്ലിലില്ലാത്ത ഒരു തുകയും ഉപഭോക്താവ് നൽകേണ്ടതില്ല. കൂടുതൽ തുക ഈടാക്കുകയാണെങ്കിൽ ഉപഭോക്താക്കൾക്ക് താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് ഗ്യാസ് ഏജൻസികൾക്കെതിരെ പരാതി നൽകാൻ സാധിക്കും. മറ്റൊരറിയിപ്പ്, പാചകവാതക കണക്ഷൻ നിലനിർത്താനും ഗ്യാസ് സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നതിനുമൊക്കെ ഗ്യാസ് കണക്ഷൻ എടുത്തവർ മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം നേരത്തെ തന്നെ വന്നിരുന്നതാണ്. ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണോ ആ ഉപഭോക്താവ് ഗ്യാസ് ഏജൻസി ഓഫീസിൽ നേരിട്ടെത്തിയാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത്. ആധാർ കാർഡും ഗ്യാസ് കണക്ഷൻ ബുക്കുമാണ് മസ്റ്ററിങ്ങിനായി കയ്യിൽ കരുതേണ്ടത്. വിരലടയാളം പതിക്കുവാനും കണ്ണിൻ്റെ കൃഷ്ണമണി സ്കാൻ ചെയ്യുവാനുമുള്ള ബയോമെട്രിക് ഉപകരണങ്ങൾ ഗ്യാസ് ഏജൻസികൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ, ഭാരത് ഗ്യാസ്, HP ഗ്യാസ് എന്നീ പൊതുമേഖലാ കമ്പനികളുടെ ഉപയോക്താക്കളെല്ലാം മസ്റ്ററിംഗ് ചെയ്യണം. ഗ്യാസ് കണക്ഷൻ എടുത്ത ഉപഭോക്താവ് നിലവിൽ വിദേശത്തോ അല്ലെങ്കിൽ മരിച്ചു പോകുകയോ അതുമല്ലെങ്കിൽ കിടപ്പുരോഗിയോ ഒക്കെ ആണെങ്കിൽ ആദ്യം ഗ്യാസ് കണക്ഷൻ അതേ റേഷൻ കാർഡിലുള്ള മറ്റൊരു കുടുംബാംഗത്തിൻ്റെ പേരിലേക്ക് മാറ്റണം. ഇതിനുശേഷം മാത്രം ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക. നേരത്തെ ഉജ്ജ്വൽ യോജന ഗുണഭോക്താക്കൾക്കായിരുന്നു മസ്റ്ററിംഗ്. എന്നാൽ എല്ലാ ഗ്യാസ് ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് ചെയ്യണമെന്ന അറിയിപ്പാണ് കഴിഞ്ഞ 1 വർഷത്തോളം കാലമായി വന്നിരിക്കുന്നത്. നിലവിൽ ഗ്യാസ് മസ്റ്ററിംഗ് ചെയ്യുന്നതിന് അവസാന തീയതിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. എന്നിരുന്നാലും മസ്റ്ററിംഗ് ചെയ്യേണ്ടത് അനിവാര്യമാണ്. എന്നിരുന്നാലും അവസാന തീയതി പ്രഖ്യാപിച്ചാൽ മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് ഗ്യാസ് സിലിണ്ടർ റീഫിൽ ചെയ്യുന്നതിന് തടസ്സമൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. അതോടൊപ്പം ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾക്ക് ഗ്യാസ് മസ്റ്ററിംഗ് ചെയ്യുവാൻ മാർച്ച് 31 വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾ മാർച്ച് 31 മുൻപായി ഗ്യാസ് മസ്റ്ററിംഗ് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ ഗ്യാസ് അറിയിപ്പുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.